നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ പുനഃസംഘടനയ്ക്ക് നീക്കം. സ്ഥാപനശേഷിയും മേൽനോട്ട സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ ആരംഭിച്ചതായി NTA അറിയിച്ചു. മുൻ ISRO മേധാവി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനീത, ഇതിപ്പോൾ വലിയൊരു തട്ടിപ്പ് തന്നെയാണ്, ക്രമക്കേട് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ ഈ വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അക്ഷരാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ നടപടികളിലേക്കാണ് കടക്കുന്നത് അധികൃതർ? ഇത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് കരുതുന്നത്? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ വിപുലമായിട്ടുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ CBIയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഉന്നത തലത്തിൽ, അതായത് ഈ NTA ഉന്നത തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതിനിടയിലാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ പുനഃസംഘടന കൂടി ക്കുള്ളൊരു നീക്കം കൂടി നടക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ ഈ സ്ഥാപനശേഷിയും ഒപ്പം തന്നെ മേൽനോട്ട സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് NTA വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻ ISRO മേധാവി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശ അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ, മാറ്റങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. അതിൽ ഈ സ്ഥാപനപരവും സാങ്കേതികവും ഭരണപരവുമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് ഈ ഘട്ടത്തിൽ NTA ലക്ഷ്യമിടുന്നത്. കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനുള്ളിൽ നിന്ന് പോലും ഈ വീഴ്ചകൾ കണ്ടെത്തിയൊരു പശ്ചാത്തലമുണ്ട്. അന്വേഷണം അത്തരത്തിലേക്കൊക്കെ നീളുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു പുനഃസംഘടനയ്ക്കടക്കം, NTAക്കുള്ളിൽ ഒരു പുനഃസംഘടനയ്ക്കടക്കമുള്ള ഒരു നീക്കം നടക്കുന്നത്. പരീക്ഷാ സംവിധാനവും ഒപ്പം തന്നെ ആഭ്യന്തര ഘടനകൾ എന്നിവ നവീകരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് 3 സ്പെഷ്യലിസ്റ്റ് നേതൃ തസ്തികകൾ NTA പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.